എൻ്റെ പേര് എൽസി തോമസ്. എൻ്റെ വീട് കുറുമശ്ശേരി, എറണാകുളം. ഞാൻ ഇറ്റലിയിൽ ബാർസലോണയിലാണ്, റോദിയിലാണ് ജോലി ചെയ്യുന്നത്. ഇത് സബോളയുടെ പൂവാണിത്. ഈ പൂവ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വിത്തിനായിട്ട് ഉപയോഗിക്കും. അതിനുവേണ്ടി ഒരു നേരം ഞങ്ങൾ പറിക്കാതെ നിർത്തിയേക്കാണ്. ഇത് വിത്തായിട്ട് ഉപയോഗിക്കാനായിട്ട്. സബോളയാണ്. ഞാൻ 6 മണിക്ക് 1 മണിക്കൂർ നേരം പറമ്പിൽ ജോലി ചെയ്യാൻ വരും. 7 മണിക്ക് അമ്മമ്മയുടെ കാര്യങ്ങൾ ചെയ്യും. 7 മണിയാകുമ്പോഴാണ് അമ്മമ്മ എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും 1 മണിക്കൂർ നനയ്ക്കാനും നടാനും ഒക്കത്തിനും വരും. ഇത് കഴിഞ്ഞ് 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അമ്മമ്മേനെ 10 മണി വരെ അമ്മമ്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യും. 10 മണി കഴിഞ്ഞ് 1.5 മണിക്കൂർ പറമ്പിൽ ജോലി ചെയ്യും. ഇത് അവർ പറഞ്ഞിട്ടല്ല, എൻ്റെ ഇഷ്ടമാണ്. കാരണം എനിക്ക് വിഷമടിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് പച്ചക്കറി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഞങ്ങൾ അമ്മമ്മയ്ക്കും 3 മക്കളുണ്ട്. അവർക്കുള്ള പച്ചക്കറികൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ശരിയാക്കുന്നത്. ഇത് തക്കാളി പൂ കുത്തി തുടങ്ങി. ഇത് ഞങ്ങൾ തക്കാളി നട്ടേക്കുന്നത്. തക്കാളി പൂ കുത്തി തുടങ്ങി. ഇത് വലിയ ഇനം തക്കാളിയാണ്. ഇതിൻ്റെ മുകളിലുള്ളത് ചെറിയ ഇനം തക്കാളിയാണ്. ഇത് ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയുടെ ഇത് കഴിഞ്ഞു. ഇത് ഞങ്ങൾ വിത്തിന് വേണ്ടി അതിൻ്റെ കായകൾ നിർത്തിയിരിക്കുന്നതാണ്. ബ്രോക്കോളി പറിച്ചു കഴിഞ്ഞു. ഇത് ബ്രോക്കോളിയുടെ 2 വാരം നിർത്തിയേക്കുന്നതാണ്. ഇത് സബോള. അവിടുത്തെ സബോള പറിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സബോള ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സബോള നട്ടേക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ ആവുള്ളൂ. ഇവിടുത്തെ സബോള ചെറുതാണ്. അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അത് തീർന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ എടുക്കുന്നത്. ഇത് ചീര പാവിയിട്ടുള്ളൂ. 3-4 ദിവസം ആയിട്ടുള്ളൂ. ചീര വലുതായിട്ടില്ല. അതിനുള്ള സമയമായുള്ളൂ. ഇതിനകത്ത് ഇത് കണ്ടപ്പോഴാണ് ഓർക്കുന്നത് ഉരുളൻകിഴങ്ങായിരുന്നു ഇവിടെ. ഉരുളൻകിഴങ്ങ് പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചീര പാവിയിരിക്കുന്നു. വെളുത്തുള്ളി പറിക്കുന്ന സമയമായി. ഇത് ഞങ്ങൾ വെളുത്തുള്ളി പറിച്ച് ഇങ്ങനെ മെടഞ്ഞു കെട്ടി ഞങ്ങൾ വിരിച്ചിടും. ഇതാണ് വെളുത്തുള്ളി. ഇതും വെളുത്തുള്ളിയാണ്. ഇത് നാളെ പറിക്കും. ഇത് സബോള. ഇത് പറിക്കാറായിട്ടില്ല. ഇത് ലാസ്റ്റ് ഞങ്ങൾ പറിക്കുള്ളൂ. ഇവിടുത്തെ എല്ലാം ഇത് നമ്മുടെ നാട്ടിലെ വലിയ ഇനം പയറാണ്. 18 മണിയും പയറാണ്. പുല്ലൊക്കെ പെരുത്തിട്ടുണ്ട്. ഇച്ചിരി സമയക്കുറവുണ്ട്. അമ്മമ്മ ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് ഇതും വലിയ ഇനം പയറാണ്. 18 മണിയൻ. അത് ഈ പന്തലിൻ്റെ പണി തീർന്നിട്ടില്ല. സമയം പോലെ പന്തൽ ചെയ്യും. ഇത് ഇറ്റലിയിലെ പയറാണ്. ഇറ്റലിയിലെ വലിയ ഇനം പയറാണത്. ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിങ്ങ പയറാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വഴുതനങ്ങ ചെറുതായപ്പോഴേക്കും തന്നെ പൂവായി തുടങ്ങി. മുട്ടായി. നിലത്തുനിന്ന് പൊന്തിയപ്പോഴേക്കും തന്നെ മുട്ടായി തുടങ്ങി. വഴുതനങ്ങ വലിയ ഇനം വഴുതനങ്ങയാണ്. ഇത് സബോള. എല്ലാ സബോളയും തീർന്നു കഴിയുമ്പോൾ പറിക്കാനുള്ള സബോളയാണിത്. ഇത് ലാസ്റ്റ് നട്ട സബോള. ഓരോ ഐറ്റംസാണ് നടുന്നത്. ഇത് വെള്ള ഇനം സബോള. ഇതാണ് നമ്മുടെ ചെറിയ സുക്കീനാണിത്. ഇത് 4 കട മതി. ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങൾക്ക് 4 വീട്ടുകാർക്കും അയൽക്കാർക്കും കൊടുക്കാനുള്ള പച്ചക്കറി ഇതിൽ നിന്ന് കിട്ടും. ആ പയർ തീരുമ്പോഴേക്കും ഈ പയറാവും. ഇത് മുളച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പയർ നമ്മുടെ നാടൻ പയറാണിത്. മുളച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് തക്കാളി. ആ തക്കാളി തീരാ കണ്ട് ഞങ്ങൾ ഈ തക്കാളി ആവാൻ വേണ്ടിയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയാക്കിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു നിര തക്കാളി. അത് ഉണ്ടായി തീർന്നു കഴിയുമ്പോഴേക്കും ഈ തക്കാളി ആവും. അതിനാണ് ഈ തക്കാളി. ഇത് സുക്കീന. ഇത് വലിയ സുക്കീന. ഇത് ഈ പന്തലിൻ്റെ അത്ര തന്നെ നീട്ടത്തിൽ സുക്കീന ഉണ്ടാവും. ഇത്രയുമുള്ള
സുക്കീനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ആ വലിയ ഇനം സുക്കീനാണ് ഇത്. ചെറുതായപ്പോൾ തന്നെയൊക്കെ പൂവായി തുടങ്ങി. സുക്കീന ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പച്ചമുളക് നട്ടിരിക്കുന്നു. പച്ചമുളക്, ഇത് ഉണ്ടൻ പച്ചമുളക്, ഇത് നീളം പച്ചമുളക്, ഇത് വഴുതനങ്ങ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി വഴുതനങ്ങയുടെ തുമ്പ് വെട്ടി കളഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നതാണ്. വഴുതനങ്ങ ഉണ്ടായി തുടങ്ങി, പൂവൊക്കെ കുത്തി തുടങ്ങിയേക്കുന്നു. ക്യാപ്സിക്കം, ഇത് വഴുതനങ്ങ, ഇത് ചെറിയ ഇനം വഴുതനങ്ങ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മത്തങ്ങയാണ്. നമുക്കിടെ ചെറിയ ഇനം മത്തങ്ങയാണ്. കാരണം ഞങ്ങൾക്ക് ഒരെണ്ണം ഒരു ദിവസം എടുക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ നട്ടത്. ആ ഇനം മത്തങ്ങയുടെ കുരു വാങ്ങിച്ചാണ് ഞങ്ങൾ നട്ടത്. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഇതെല്ലാനും. ഇത് നമ്മുടെ മൽബറിയുടെ മരമാണ്. ഈ പഴവർഗ്ഗങ്ങളാണ് ഈ വീണ് കിടക്കുന്നത്. ഇതെല്ലാം അടിച്ചു വാരിക്കൊണ്ട് വെള്ളത്തിലിട്ട് തിരുമ്പി ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്ന വളം. ഇതാണ് നൈസ് പോളി. ഇവിടെയും കുറച്ച് ചീര പാവിയിട്ടുണ്ട്. സ്ഥലം കിട്ടണോടത്തൊക്കെ ചീരയും പച്ചക്കറികളും എല്ലാം പാവും. ഇനി സബോളയും വെളുത്തുള്ളിയും പറിച്ചു കഴിഞ്ഞിട്ട് വേണം അവിടെ വേറെ പച്ചക്കറികൾ നടാനായിട്ട്. ഞങ്ങൾ വളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ മൽബറി പഴം, മൽബറി ഇവിടെ ഇഷ്ടംപോലെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇതെല്ലാം പറിച്ച് വെള്ളത്തിലിട്ട് ആ വെള്ളമാണ് ഞങ്ങൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടത്തോളം വരെയാണ് ഞങ്ങൾക്ക് വെള്ളം വരുള്ളൂ. വെള്ളം ഇവിടത്തോളം വരുള്ളൂ. ഈ ടാങ്കിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയാണ് നനയ്ക്കുന്നത്. ഇവിടെ വെച്ച് ഞങ്ങൾ നനയ്ക്കും. ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ നനയെല്ലാം കഴിയും. ഇതാണ് ബക്കറ്റ്. അരമണിക്കൂർ കൊണ്ട് നനയെല്ലാം കഴിയും. ഞങ്ങൾ വളമൊന്നും ഉപയോഗിക്കുന്നില്ല. പച്ചക്കറിയുടെ വേസ്റ്റും പഴവർഗ്ഗങ്ങളുടെ വേസ്റ്റും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ പഴയ ശേഖരണങ്ങളാണ്. ഞങ്ങൾ ആദ്യം ശേഖരിച്ചു വച്ചിരിക്കുന്ന കൊമദോറോ വലിയ ഇനം തക്കാളിയാണിത്. ഇത് വലിയ ഇനം തക്കാളി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. ഇത് ചെറിയ ഇനം തക്കാളി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. ഇത് ചെറിയ ഇനം തക്കാളിയാണ്. ഞങ്ങൾക്ക് ഈ വർഷം തക്കാളി ഉണ്ടാവുന്നത് വരെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ശേഖരിച്ചേക്കുന്നത്. തക്കാളികളാണ് ഇത് ഞങ്ങൾ കെട്ടിവച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തക്കാളി ഇന്ന് വരെ വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. ഇത് ഞങ്ങൾ തക്കാളിയുടെ ചാറ് ഞങ്ങൾ കുപ്പികളിൽ ശേഖരിച്ച് വച്ചിരിക്കുന്നതാണ്. തക്കാളി ഇത് ഞങ്ങൾ ശരിയാക്കിയതാണ്. ഇന്ന് വരെയെങ്കിലും ഞങ്ങൾക്കിത് വാങ്ങിക്കേണ്ടതിന് ഇട വന്നിട്ടില്ല. 18 മാസമായി ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട്. ഇതുവരെയും ഇവിടെ പൈസ കൊടുത്ത് പച്ചക്കറികളോ തക്കാളിയോ ഇതൊന്നും വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതാണ് സുക്കീന കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാടുണ്ടായതുകൊണ്ട് ഞങ്ങൾ വേനക്ക് ഉണക്കി ശേഖരിച്ചതാണത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സുക്കീന തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതാണ് സുക്കീന. അപ്പുറത്തെ വീട്ടിലെ എന്നെ എന്ത് സഹായത്തിനും വിളിച്ചാലും വരുന്ന ഒരാളാണ്. എന്റെ വലിയൊരു കൂട്ടുകാരിയാണ്. ഇത് ഞാൻ നോക്കുന്ന അമ്മമ്മയാണ്. എല്ലാം കൊണ്ടും ബ്രാവയാണ്, മിടുക്കിയാണ്. മമ്മ നല്ല അമ്മമ്മയാണ്. എന്നോട് എല്ലാ കാര്യത്തിനും സഹകരിച്ച് എല്ലാം കൊണ്ടും നിൽക്കുന്ന ഒരു മുത്തുകൂടാണ്. ഇത്
മോളാണ്. ഇതെന്റെ രണ്ടാമത്തെ അമ്മാമ്മയുടെ രണ്ടാമത്തെ മോളാണ്. നല്ല എല്ലാം കൊണ്ടും നല്ല സ്നേഹവും എന്നോട് ഒത്തൊരുമിച്ച് നിൽക്കാനും നീ ഭക്ഷണം കഴിച്ചോ എന്നെല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും എല്ലാം കൊണ്ടും നല്ലൊരു